ഹായ് ഹലോ, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ അതേ ഞാനൊരു അച്ചാറും കുപ്പിയൊക്കെ പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. ഇന്നൊരു കടുമാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ്. അപ്പം സപ്പോർട്ട് ചെയ്യാത്തവരൊന്ന് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതേ ആവശ്യത്തിലുള്ള മാങ്ങ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. വെള്ളത്തിൽ 3 മാസമായിട്ട് ഉപ്പിലിട്ട് വെച്ചിരുന്നതാണ്. വെള്ളം ഊറ്റി മാങ്ങ മാത്രമായി എടുത്ത് വെച്ച് 100 ഗ്രാം മുളക് പൊടി, ഒരു 50 ഗ്രാം കടുകും എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായ 200 ml ഒരു നല്ലെണ്ണയും. അപ്പോൾ ഇത്രയൊന്നും ആവശ്യമില്ല. ഇതേ നമ്മളെ വെള്ളമാണ്, മാങ്ങ ഇട്ട് വെച്ചിരുന്ന ഉപ്പ് വെള്ളമാണിത്. അപ്പോൾ നമുക്ക് നേരെ കടുമാങ്ങ ഉണ്ടാക്കാം അല്ലേ. ഇത് ആദ്യം തന്നെ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുളക് പൊടി വെറുതെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഒന്ന് ജസ്റ്റ് ചൂടായാൽ മാത്രം മതി. ചട്ടിയിലിട്ട് ഒരുപാട് അങ്ങ് വറുത്ത് എടുക്കല്ലേ. അപ്പോൾ നമ്മൾ വറവിൻ്റെ ഒരു മണം വരും അച്ചാറിന്. അത് നമ്മൾ അച്ചാറിന് അത്ര ടേസ്റ്റ് കൊടുക്കില്ല. ഒന്ന് ചൂടാക്കിയെടുക്കാൻ മാത്രമേ പാടുള്ളൂ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ മുളക് പൊടി അല്ലാതെ മുളക് മാത്രമായി യൂസ് ചെയ്യുന്നവർക്ക് മുളകൊന്ന് ചൂടാക്കി കുരു കളഞ്ഞ് ഉണക്കി പൊടിച്ച് അങ്ങനെ എടുക്കാം കേട്ടോ. അതിനൊന്നും കൂടെ ടേസ്റ്റും കൂടും. നമ്മളെ അച്ചാറിനൊരു കട്ടിയും കൊഴുപ്പൊക്കെ കൂടാൻ നമ്മൾ ഉണക്കമുളക് ഡയറക്റ്റ് പൊടിച്ചെടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതേ മുളക് ഇവിടെ ഞാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ആ ചട്ടിയിലേക്ക് കടുക് ഒന്നുകൂടെ ചൂടാക്കിയെടുക്കാം. കടുകും മുളക് ഇതേപോലെ ഒന്ന് ചൂടായാൽ മാത്രം മതിയാവും. ഒരുപാടിട്ട് വറുത്താൽ നമുക്ക് ആ കടുകിൻ്റെ മണം മാറി ഒരു വറുത്ത മണമായി കിട്ടും. അപ്പോൾ അതാവശ്യമില്ല. നമുക്ക് ആ കടുകിൻ്റെ ആ പച്ച സ്മെല്ലാണ് കടുമാങ്ങ അച്ചാറിന് വേണ്ടത് കേട്ടോ. ഒന്ന് ചട്ടിയിൽ ആ ചൂടുള്ള ചട്ടിയിൽ തന്നെ ഒന്നും ചൂടാക്കിയെടുത്താൽ മാത്രം മതി. ഇനി ഇതേ കടുകൊക്കെ ചൂടാറിയാൽ നമുക്കൊന്ന് പൊടിച്ചെടുക്കുകയാണ്. ഇത് നമുക്ക് റെഡിമെയ്ഡായിട്ട് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടുമെന്ന് തോന്നുന്നു. ഇവിടെ അവൈലബിൾ അല്ല. അപ്പോൾ നമ്മൾ കടുക് പൊടിച്ചെടുക്കുക തന്നെ വേണം. അല്ലാത്തവർക്ക് ഇതേ കടുകിൻ്റെ പരിപ്പ് മാത്രമായിട്ട് വാങ്ങാൻ കിട്ടുന്നവർ അങ്ങനെ വാങ്ങിക്കുക കേട്ടോ. ഇതേ കടുക് ഇവിടെ പൊടിച്ച് അതിൻ്റെ തൊലിയൊക്കെ കടുക് പൊടിച്ചതിന് ശേഷം അതിൻ്റെ കറുപ്പ് തൊലി ഒന്ന് മുറത്തിലിട്ട് ചേറി പാറ്റിയെടുക്കാവുന്നതാണ്. അല്ലെ മഞ്ഞപ്പരിപ്പ് മാത്രം നമുക്ക് മതിയാവും. അപ്പോൾ ഇനി അതേ പാനിലേക്ക് നമുക്ക് ഒരു 200 ml കുപ്പിയിൽ ഞാനൊരു 1/4 ഭാഗം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. അതൊന്ന് ജസ്റ്റ് ചൂടാക്കി. ഇതെങ്ങനെ എണ്ണയിൽ നിന്നൊരു ബബിൾസ് വരുന്നത് കണ്ടോ. ചൂടായി അങ്ങനെ ഒരു പാകമാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഇനി ഇതേ സ്റ്റീലിൻ്റെ ഡവറ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ച മുളക് പൊടിയും പിന്നെ ഇതേ കടുക് പൊടിച്ച് വെച്ചില്ലേ അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഉപ്പിൻ്റെയും കൂടെ ആവശ്യമുണ്ട്. ഒരുപാട് ഉപ്പ് അങ്ങ് ഇട്ട് കൊടുക്കരുത്. കാരണം ഓൾറെഡി നമ്മുടെ മാങ്ങയിലും ഇനി ഇതിലേക്ക് ഒഴിക്കാൻ പോകുന്ന മാങ്ങയുടെ വെള്ളത്തിൽ ഉപ്പുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് മാത്രം ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതേ നേരത്തെ മാറ്റി വെച്ച മാങ്ങയുടെ വെള്ളം കൂടെ കുറച്ച് ഒഴിച്ച് നമുക്ക് ചാറ് ആവശ്യത്തിന് ഇളക്കി യോജിപ്പിക്കാവുന്നതാണ്. അപ്പോൾ അതേ കുറച്ച് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇളക്കി നോക്കുക. വേണമെങ്കിൽ വീണ്ടും ഒഴിക്കാം. കടുമാങ്ങയാകുമ്പോൾ നമുക്ക് കുറച്ച് ചാറ് കൊടുക്കാനല്ലേ വേണ്ടത്. കടുമാങ്ങയുടെ ചാറല്ലേ ഏറ്റവും കൂടുതൽ മുൻപിൽ നിൽക്കുക. അപ്പോൾ അതിനനുസരിച്ച് നമ്മളത് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടതാണ്. ഉപ്പൊക്കെ ഉണ്ടോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക ഈ ടൈമിൽ. ഇനി നമുക്ക് മാങ്ങ ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കാം. മാങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാവരുടെയും മാങ്ങയുടെ മുളക് എത്തത്തക്ക വിധത്തിൽ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ ഇളക്കി വെച്ചത് കുറച്ചുകൂടെ ചാറ് കുറവാണെന്ന് തോന്നിയപ്പോൾ വീണ്ടും ഇതേ മാങ്ങയുടെ ഉപ്പുവെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഒരുപാട് കട്ടിയിലല്ല കടുമാങ്ങ അച്ചാറുണ്ടാവുക, ഒന്ന് ലൂസ് കൊടുക്കാനാണ് ഉണ്ടാവൽ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ നമ്മൾ എണ്ണ ഒന്നും ഒഴിക്കില്ല ഇതിൽ. ഉപ്പും എരിവൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലെ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ഒരു ഗ്ലാസ് ബോട്ടിലാണ്. ഗ്ലാസ് ബോട്ടിൽ ഇല്ലാത്തവർ ഭരണി, പണ്ടൊക്കെ എല്ലാ വീട്ടിലും ഭരണി ഉണ്ടാവില്ല, അതുപോലത്തെ ഭരണി ഉണ്ടെങ്കിൽ അത് കിട്ടുമെങ്കിൽ അതെടുക്കുക. അല്ലെങ്കിൽ ഇതുപോലത്തെ ഗ്ലാസിൻ്റെ ബോട്ടിൽ തന്നെ എടുക്കാൻ ശ്രമിക്കുക എല്ലാവരും. അതാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ അതിലേക്ക് കുറച്ചായിട്ട് നമുക്ക് കയ്യിൽ വെച്ച് കോരി ഇട്ട് കൊടുക്കാം. ഈ ഒരു അച്ചാർ നമുക്ക് എത്ര കാലം വേണമെങ്കിലും സൂക്ഷിക്കാം. ചൂട് കഞ്ഞിയുടെ കൂടെയൊക്കെ ഒരു അച്ചാർ മാത്രം ഉണ്ടായാൽ നമുക്ക് മതി. മഴക്കാലത്തൊക്കെ ഏറ്റവും ബെസ്റ്റാണ് കടുമാങ്ങ അച്ചാർ വീട്ടിലുണ്ടാവുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതുപോലെ അല്ലാതെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതേ എണ്ണയും കൂടി നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന എണ്ണ തണുത്തതിന് ശേഷം ആ ചൂടോടുക്കനെ ഒഴിച്ച് കൊടുക്കരുതേ. ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. മുകളിൽ നിൽക്കത്തക്ക വിധത്തിൽ മാത്രമേ ഒഴിച്ച് കൊടുക്കുക. ഇതുപോലെ അപ്പോൾ എല്ലാവരും ഒന്ന്
കടുമാങ്ങ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണേ. കുഞ്ഞു കുഞ്ഞു റെസിപ്പികളും വീഡിയോകളൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്തൊരു വീഡിയോയും വീണ്ടും കാണാം. താങ്ക് യു.